കോൺഗ്രസിലെ അതികായനായിരുന്ന കെ.എം. മാണിയുടെ ചരമവാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായ മാണിയുടെ കേരള കോൺഗ്രസ് ഇന്ന് LDF-നൊപ്പമാണ്. വഴിമാറിപ്പോയ ജോസഫ് വിഭാഗം UDF-നൊപ്പവും നിൽക്കുകയാണ്. എങ്കിലും മാണി സാറിന്റെ ചരമവാർഷികം കേരള കോൺഗ്രസ് ഒന്നായി തന്നെയാണ് ആചരിക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ദിനങ്ങളാണ് മുന്നിലുള്ളത്. 6 മാസങ്ങൾക്കിപ്പുറം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷം മാസങ്ങൾക്കുള്ളിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പും. ഈ ഘട്ടത്തിൽ ഇനിയും ഭിന്നിച്ചു നിൽക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ലയനം എന്ന സാധ്യത പ്രയോജനപ്പെടുത്തണമെന്നുമുള്ള ആഗ്രഹത്തിലാണ് കേരള കോൺഗ്രസുകാർ. ജോസഫ് വിഭാഗവും മാണി വിഭാഗവും വൈകാതെ ഒന്നിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ്. കേരള കോൺഗ്രസുകൾ ലയിക്കണമെന്ന് ആഗ്രഹം ബാക്കി നിർത്തിയാണ് കെ.എം. മാണി യാത്രയായതും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടത്തണമെന്ന ചിന്ത ഇപ്പോൾ ജോസ് കെ മാണിക്കുമുണ്ട്. ചരമവാർഷികത്തിൽ ഇക്കാര്യം ജോസ് കെ മാണി അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ് എന്നും ഏത് നേതാവിന് വേണമെങ്കിലും കടന്നു വരാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ജോസഫ് ഗ്രൂപ്പും ലയന സാധ്യത തള്ളുന്നില്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സമയം വരട്ടെ, ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് നേതാവായ മോൻസ് ജോസഫ് പറയുന്നത്. ജോസഫ് വിഭാഗത്തിന്റെ വെറും 2 MLA-മാർ മാത്രമാണ് ഉള്ളത്. തൊടുപുഴയിൽ PJ ജോസഫും കടുതുരുത്തിയിൽ മോൻസ് ജോസഫും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് ജയിക്കാൻ സാധിച്ചത് പാർട്ടിക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. മാണി വിഭാഗത്തിന് 5 MLA-മാരുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ 2 പാർട്ടികളും തമ്മിൽ ലയനമുണ്ടായാൽ അത് ഗുണകരമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. ഏറ്റവും വലിയ ചോദ്യം ഈ 2 പാർട്ടികൾ ചേർന്ന് ഒന്നാകുന്ന പാർട്ടി ഏത് മുന്നണിയിൽ നിൽക്കും എന്നുള്ളതാണ്. UDF വിടാൻ ജോസഫ് വിഭാഗത്തിന് താല്പര്യമില്ല. മാണി വിഭാഗമാണെങ്കിൽ LDF-ൽ അസംതൃപ്തരാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഈ സാഹചര്യത്തിൽ യോജിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് മാണി വിഭാഗം UDF-നൊപ്പം നിൽക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തിരികെ അധികാരത്തിൽ വരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വാദത്തിന് മുൻതൂക്കം വന്നിരിക്കുന്നത്. അതേസമയം UDF-ലെ പ്രബല കക്ഷി എന്ന നിലയിൽ ആ മുന്നണിയുടെ അജണ്ടകൾക്ക് രൂപം നൽകുന്നതിൽ കോൺഗ്രസിന് നിർണായക സ്ഥാനവുമുണ്ട്. UDF-ന്റെ അടിത്തറ വിപുലപ്പെടുത്തണമെന്നത് മുന്നണി തീരുമാനമാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ കോൺഗ്രസിനൊപ്പമാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ. അതുകൊണ്ട് മുന്നണി വിപുലീകരണത്തിന്റെ പേരിൽ കേരള കോൺഗ്രസ് പാർട്ടികളെ ഒന്നാക്കി UDF-ൽ ഉറപ്പിച്ചു നിർത്തുന്നതിനാണ് കോൺഗ്രസ് താല്പര്യപ്പെടുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ൽ അതൃപ്തരാണോ എന്ന് അറിയില്ലെന്നാണ് PJ ജോസഫ് നേരത്തെ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം. ഇടതു മുന്നണിയിലെ ഒരു പാർട്ടിയും UDF-ലേക്ക് വരുന്നതിനെ കുറിച്ച് അറിയില്ല. ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവരെ സ്വാഗതം ചെയ്യും. UDF-ന്റെ വിപുലീകരണം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നും PJ ജോസഫ് മാസങ്ങൾക്ക് മുൻപ് പറയുകയും ചെയ്തതാണ്. അതേസമയം മണ്ഡല സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയ CPI ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ CPI ജോസിനെയും കൂട്ടരെയും വളഞ്ഞിട്ട് ആക്രമിച്ചതിന്റെ ക്ഷീണം ഇന്നും ആ പാർട്ടിക്കുണ്ട്. വീണ്ടും മറ്റൊരു സമ്മേളന കാലം ആഗതമാകുമ്പോൾ CPI വീണ്ടും വാളെടുത്താൽ ഒരു പക്ഷേ ജോസിനെയും കൂട്ടരെയും തടഞ്ഞു നിർത്താൻ CPM-ന് സാധിച്ചേക്കില്ല എന്ന് പറയേണ്ടി വരും.